ജഗു നായകനായിട്ട് ഒരു ഷോർട്ട് ഫിലിമാണ് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പോണത്. ജഗുവിന്റെ അപ്പാപ്പൻ അമ്മാമ്മയായിട്ടാണ് ഇവർ അഭിനയിക്കണത്. ഇവർ രണ്ടുപേരും ഗ്രീൻ ബീൻസ് എഗ് ഫ്രൈ കിട്ടും, ഒരു കൊത്തിപ്പൊരി, ഭയങ്കര ടേസ്റ്റ് അത് സാധനം. അവര് നമ്മുടെ വീഡിയോ കാണുന്നവരാണ്. സംഗീത സംവിധായകൻ ജോൺസൺ മാഷില്ലേ, ആളുടെ അനിയനും ഭാര്യയും മക്കളും. ചേട്ടന് ഇതിന്റെ റെസിപ്പി എങ്ങനെയാ അറിയാ? ഒരു ഊഹം വെച്ച് പഠിക്കണു. കോഴിക്കാണോ മുട്ടയ്ക്കാണോ പ്രായം കൂടുതൽ? ആരാദ്യം ഉണ്ടായേ? കോഴിമുട്ടയോ? അതെങ്ങനെയാ മുട്ട ഉണ്ടായതപ്പോ? 2 മുട്ട കടാ, ഒരെണ്ണത്തിൽ 2 മുട്ട. ഒരു രഹസ്യം ഇവരിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ട്. അതായത് അതിലത്തെ നായിക്ക് ഡയലോഗ് മുഴുവൻ ആ തൃശ്ശൂരിൻ്റെ ശൈലിയിൽ പറഞ്ഞു കൊടുത്ത് മുഴുവൻ സരിതിയിരുന്നു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ജഗുവിനെയും കൊണ്ട് കാലത്ത് 8 മണിക്ക് കുരിയച്ചിറ സെൻറ്റ് പോൾസ് സ്കൂളിലേക്ക് വന്നിരിക്കണത്. കാരണം ജഗു നായകനായിട്ട് ഒരു ഷോർട്ട് ഫിലിമാണ് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ജഗുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോക്കണം. കൊണ്ടുവന്നാക്കിയിട്ട് ഞങ്ങൾ പോകുമ്പോൾ അപ്പോൾ മനു എന്നാണ് ജഗുവിൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ആദ്യമായിട്ടാണ് ജഗു നായകനായിട്ട്. നമ്മുടെ വീഡിയോകളിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പക്ഷേ ശരിക്കും നമ്മുടെ മറ്റേ എന്താ പറയുക, നമ്മുടെ കുഞ്ഞിയ ഷോർട്സുകളിലൊക്കെ ജഗു വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഷോർട്ട് ഫിലിമിൽ നായകനായി കിട്ടിയപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സരിതിമ വന്നിട്ട് പുറത്തേക്ക് നോക്കിയേ. സരിതിമ വന്നിട്ടുണ്ട്. മകൻ്റെ അഭിനയം കാണാനുള്ള ഒരു ആകാംക്ഷ നമുക്ക് ഉണ്ടാവുമല്ലോ. എങ്കിൽ നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ വീട് പണിയുന്നവർ എന്നാണ് കേട്ടോ ഈ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള പ്രേം പ്രകാശ് ലൂയിസ് എന്ന് പറഞ്ഞ സാറാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ആളിനെ കുറിച്ച് പറയും. വീട് പണിയെന്നവർ സാധാരണ നിലയ്ക്ക് വീട് പണിയെന്നവർ നമ്മുടെ മനസ്സിൽ വരുന്നത് കട്ടയും മറ്റേ സിമെൻ്റൊക്കെ വെച്ചിട്ട് വീട് പണിയുന്നൊരു സങ്കല്പമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വീടാവണമെങ്കിൽ അവിടെ സ്നേഹവും കൂട്ടായ്മയ്ക്കുള്ള കുടുംബാംഗങ്ങളുടെ ഒരു ഒത്തുചേരലാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം കുട്ടികളിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ്, ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്ന അവസ്ഥയാണ്. അതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു കുഞ്ഞു ഷോർട്ട് ഫിലിം ആണ് ഉദ്ദേശിക്കുന്നത്. അത് ഈ CMC സന്യാസിനിക്കാരാണ് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് തുടങ്ങാൻ നമുക്ക്. നമ്മുടെ ജഗു ആണ് ഇതിലത്തെ നായകൻ, ജഗന്നാഥൻ. ഇതിലത്തെ ഈ കുട്ടിയുടെ ഒറ്റപ്പെടലും ആ ഒറ്റപ്പെടലിൽ നിന്ന് അവനുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളും അതിനെ തരണം ചെയ്യാനുള്ള ശ്രമങ്ങളും അതിൽ വിജയിക്കുന്ന ഒരു നായകൻ്റെ പരിവേഷമാണ് ഞങ്ങളുടെ ജഗുവിനുള്ളത്. ഓക്കെ. പേര് പറഞ്ഞേ. ആയുഷ്. ഹാനിയൽ. എവിടെ വീട്? ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്ന കുട്ടികളാണ് ഇതൊക്കെ. സ്റ്റേജിൽ നാടകം നടക്കുന്നതായിട്ടാണ്. അപ്പോൾ അത് കാണാൻ വന്നിരിക്കുന്ന ഓഡിയൻസ് ആയിട്ടാണ് ഈ കുട്ടികളൊക്കെ അഭിനയിക്കുന്നത്. എല്ലാവരും അഭിനയിച്ചില്ലേ? നല്ലോണം നല്ല ആകാംക്ഷയോടെ നാടകം കണ്ടിരിക്കണ പോലെ അഭിനയിച്ചില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ ചാനല്? ഇവരൊക്കെ നമ്മുടെ ചാനൽ കാണുന്ന കുട്ടികളാ. അറിയാം. ലഞ്ച് ബ്രേക്കാണ് ചേട്ടനെ. അതിലൊരു നാടകത്തിൽ അഭിനയിക്കുന്ന രംഗമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ജഗു അഭിനയിച്ച് തളർന്നിട്ടാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ മറ്റം ഹെൽത്ത് സെൻ്റർ ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു വീട്ടിലാണ് ഇതൊക്കെ അതൊക്കെ ജസ്റ്റ് വെറുതെ ബിഹേവ് ചെയ്ത് അങ്ങനെ ഉണ്ടാവില്ല. ബാക്കിയുള്ളതൊക്കെ ജഗു ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കിയിട്ടാ. ഇല്ല ജഗു? ഇതേ ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോഴേ നല്ല രസമുണ്ട് ഈ വീടും ഇതൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ വീട് ഷൂട്ട് ചെയ്യാനായിട്ട് വേറൊരു ദിവസം വരാട്ടെ. ഞങ്ങൾ ഒരു പഴയ വീടാണ് കേട്ടോ. പഴയ 55 കൊല്ലം 58 കൊല്ലം പഴക്കമുള്ള വീടാണ്. തട്ടൊക്കെ അടിച്ചിട്ടുള്ള വീട്. ഇവിടുത്തെ അപ്പാപ്പൻ ഹെഡ് മാഷായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ ഇവിടുത്തെ ചേട്ടൻ്റെ പേര് സൈമൺ. ചേട്ടൻ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിലായിരുന്നു. വൈഫ് കുക്കിങ്ങിന് ഭയങ്കര താല്പര്യം. അപ്പോൾ അവർ ജോലി ദിവസങ്ങളിൽ വൈഫ് കാറ്ററിങ് ചെറിയ രീതിയിൽ തുടങ്ങി. പിന്നെ അതൊരു നല്ല പ്രസ്ഥാനമായി വളർന്നു. അപ്പോൾ ആ ചേട്ടൻ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡ് വിട്ടിട്ട് രണ്ടുപേരും ഇപ്പോൾ കാറ്ററിങ്ങിലാണ്. അതായത് പർച്ചേസിങ്, ഡിസ്ട്രിബ്യൂഷൻ മാത്രം ഈ ചേട്ടൻ, കുക്കിംഗ് സൈഡ് ചേച്ചി, കുറച്ച് സ്റ്റാഫുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെയൊക്കെ ആയിട്ട് അവർ ചെയ്യുന്നു. അവിടെ ഒരു ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല സെറ്റപ്പിലാട്ടാ, നല്ല രീതിയിലാണ് എല്ലാം ചെയ്തിട്ട്.
പിന്നെ ഈ വീട് ഭയങ്കര പരിസരവും ബാക്കിലേക്ക് പറമ്പുണ്ട് കേട്ടാ. അപ്പോൾ നമ്മൾ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ ഇത് ഇത്ര ഭംഗിയുള്ള സ്ഥലമൊക്കെയാണ്. ഞങ്ങൾ വെറുതെ ജഗ്ഗുനെ കൊണ്ടാക്കി പോകാൻ വന്നതാ. ഇത്ര ഭംഗിയുള്ള സ്ഥലവും ഇങ്ങനെ ഒരു വീഡിയോ കണ്ടൻ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിതിനെയും കൊണ്ട് വന്നേനെ. ഇതിപ്പോൾ ചേട്ടനെ ഷൂട്ട് ചെയ്യണത്. ചേട്ടൻ ഷൂട്ട് ചെയ്താൽ ശരിയാവില്ല. ഇത് എടുക്കണമെങ്കിൽ ചേട്ടൻ ഇപ്പുറത്ത് വേണം. ക്യാമറയ്ക്ക് മുന്നിൽ ചേട്ടൻ ഉണ്ടായാലേ ശരിയാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നിതിനെയും കൊണ്ട് വരുന്നതായിരിക്കും. ഇന്നിപ്പോൾ ആ ചേച്ചിക്ക് വർക്കുണ്ട്. നമ്മൾ സാധാരണ കാറ്ററിങ് അത്യാവശ്യം വലിയ ഇതായി കഴിഞ്ഞാൽ ഇവർ വലിയ വർക്ക് 1500 പേരുടെയൊക്കെ വർക്ക് വലുതെടുക്കണതാ. അപ്പോൾ ഇത്രയും വലിയ സംഭവമൊക്കെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക്. ഇന്ന് ചെറിയ സെറ്റപ്പ് ഒന്നല്ല. എത്ര 12 വർഷങ്ങളായി തുടങ്ങിയിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ ഇതിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാരൊന്നും വലിയ കാര്യമായിട്ട്, അതായത് വലിയ സംഭവമായി മാറി കംപ്ലീറ്റ് ജോലിക്കാരൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവരായിരിക്കും ഒക്കെ ചെയ്യുക. വെറുതെ ഒരു മേൽനോട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതെന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നിപ്പോൾ അവർക്കൊരു വർക്ക് ഉണ്ടെന്ന് അത് വെറുതെ കാണാനായിട്ട് ആ ഷെഡിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ആ ചേച്ചിയാണ് തലയിൽ സാധനം ഏപ്രണും ഒക്കെ ഇട്ടിട്ട് കഷ്ണങ്ങൾ അരിയിലൊക്കെ ചെയ്യണേ. അപ്പോൾ ആളാണ് ഫുള്ള് ചെയ്യുക. ബാക്കി ഹെൽപ്പിന് സ്റ്റാഫ് ഉണ്ടെങ്കിലും ആളുടെ ഒരു മേൽനോട്ടം എപ്പോഴും ഉണ്ടായിരിക്കും. ആളുടെ റെസിപ്പികളും കാര്യങ്ങളും തന്നെയാണ്. അതുകൊണ്ട് ആ ടേസ്റ്റിലേ കുറവ് വരില്ല എന്ന് വരെ ഫുഡ്. അപ്പം ഇപ്പം ഈ ശനിയാഴ്ച അവരുടെ മകളുടെ മനസ്സമ്മതമാണ്. 600 പേരെ പരിപാടി ഇവർ തന്നെ ചെയ്യണം, ഈ ചേച്ചി തന്നെ ചെയ്യണേന്ന്. ഞാൻ ഞെട്ടിപ്പോയി കേട്ടു. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പരിപാടി നടക്കുമ്പോൾ കുക്കിങ്ങിന് നമ്മൾ തന്നെ നിൽക്കാന്ന് പറയാൻ ആളുടെ കാര്യമല്ലേ ചോദിക്കുക ആ ചേച്ചി. അപ്പോൾ ആ ചേട്ടൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, സൈമൺ ചേട്ടൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ ക്ഷണിക്കപ്പെട്ട് വരുന്ന അതിഥികൾക്ക് എല്ലാവർക്കും നമ്മളുടെ ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിച്ച് വരുന്നതാണ്. അപ്പോൾ നമ്മൾ വേറെ കാറ്ററിംഗുകാരെ ഏൽപ്പിച്ചാൽ ശരിയായാലും നമ്മൾ തന്നെ ചെയ്യണം എന്ന് പറയുന്നത്. അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നു. പിന്നെ അത് മാത്രമല്ല, പിറ്റേ ദിവസം 700 പേരെ പരിപാടി, 700 പേരെ വേറെ സ്ഥലത്ത് പരിപാടി അതും ഉണ്ടെന്ന് ഇപ്പോൾ ജഗു ഇപ്പോൾ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ വീട് സൈമൺ ചേട്ടൻ്റെ വീടാണെന്ന് പറഞ്ഞില്ലേ. ഈ സൈമൺ ചേട്ടനാണ് കേട്ടത്. ഒന്ന് ഇറങ്ങി വാ. ആജാനുബാഹു ഒരു മനുഷ്യൻ. ആദ്യം പറഞ്ഞു ഞാൻ കുറച്ചുകൂടി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നേനെ. അതെ, ആവട്ടെ, സന്തോഷം. ആവട്ടെ. ഷൂട്ട് ചെയ്യണമെന്നൊന്നും നമുക്കറിയില്ല, ആൾക്കും അറിയണ്ടായിരുന്നില്ല. അപ്പൊ പെട്ടെന്ന് ഞാൻ വിളിച്ചു തന്നു, കാണിച്ചു. ഇത് ശരിക്കും ആൻസസ്ട്രിയൽ പ്രോപ്പർട്ടിയാണ്. എൻ്റെ പാരൻസിൻ്റെ ആണ്. അപ്പച്ചനും അമ്മച്ചിയാണ് അവിടെ ഇരിക്കുന്നത്. അയ്യോ, അപ്പച്ചനകത്തി പോയി. അതെ, ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ഞാൻ വേണമെങ്കിൽ അവരെ കൂടി വിളിക്കാം. ആ, ഇവർ രണ്ടുപേരും ഈ ഇതില് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നുണ്ട്. ജീവിക്കാണ്. അതൊന്നും കൂടി പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞത്. ഞങ്ങൾ അഭിനയിക്കുകയല്ല, ഞങ്ങൾ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഏത് വർഷത്തിലാണ് റിട്ടയർ ചെയ്തേ? 92 ഹെഡ് മാഷായിട്ട് റിട്ടയർ ചെയ്തു. മറ്റം ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു. ഏത് വിഷയം പഠിപ്പിച്ചു തുടങ്ങേ? ഞാൻ ഇംഗ്ലീഷും സോഷ്യൽ സ്റ്റഡീസും. എനിക്ക് ഇതും ഇരിക്കാറില്ലേ? ആ, ഞാൻ ഈ ചാരുകസേര കണ്ടപ്പോ ഇത് അപ്പച്ചൻ്റെ വിചാരിച്ചു. അതെ. അമ്മച്ചീനെ നോക്കിയേ, അമ്മച്ചീനെ ഞാനൊരു ചട്ടയും മുണ്ടെടുത്തിട്ടുള്ള ഒരു അമ്മച്ചീനെ പ്രതീക്ഷിച്ചത്. അയ്യോ, നല്ല സെറ്റ് മുണ്ടൊക്കെ എടുത്ത് നല്ല ഒരു കുട്ടിയും കൂടി ഉണ്ടെങ്കിൽ ഒരു. ഞാനേ സാരി എടുത്തിരുന്നേ. ഇപ്പൊ ഇതാണ് സൗകര്യം, സുഖം. എനിക്ക് പിന്നെ അത് എടുത്തു കഴിഞ്ഞ പിന്നെ സാരി എനിക്ക് താല്പര്യമില്ല. സെറ്റ് മുണ്ട സുഖല്ലേ? സെറ്റ് മുണ്ട സുഖം. മറ്റേത് ഇങ്ങനെ ആകെ ചുരുണ്ട് കൂടി. 88 വയസ്സായിന്ന് അപ്പച്ചന്. അപ്പൊ ഇവരുടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കട്ടെ. ഇപ്പൊ രണ്ടുപേരും അഭിനയിക്കുന്നുണ്ടല്ലേ? ആ, ജഗ്ഗുവിന്റെ അപ്പാപ്പനും അമ്മാമ്മയായിട്ടാണ് ഇവർ അഭിനയിക്കണത്. ഇവർ രണ്ടുപേരും. ജഗ്ഗുവിന്റെ പപ്പയും മമ്മിയും ഉണ്ട് കേട്ടാ. ജഗ്ഗുവിന്റെ പപ്പേനെയും മമ്മീനെയും കാണിച്ചു തരാം. ആ, 9 തന്നെയല്ലേ? ഇവൻ 9 തന്നെ. ഇന്ന് ഷൂട്ടിങ്ങിന്റെ 3-ാം ദിവസം മുണ്ടത്തിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് ഈ വീട്ടിലാണ്, ഈ ചേട്ടൻ്റെ വീട്ടിലാണ് ഇന്നത്തെ ഷൂട്ടിങ്. ജഗ്ഗു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവരവിടെ ഷൂട്ടിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റാക്കണു. ഇവരൊക്കെ ഇന്ന് ഈ ഇപ്പോഴത്തെ ഷോട്ടിലുള്ളവരാ നിങ്ങളൊക്കെ? ജഗ്ഗുവിൻ്റെ ഫ്രണ്ടായിട്ട് അഭിനയിക്കണ കുട്ടിയാണോ? ചേട്ടനാണോ? ആ, ഇതോ അനിയത്തിയാ? ആ, അപ്പോൾ എൻ്റെ ചേട്ടനാവുമ്പോ രണ്ടുപേർക്കും ആ കസിനാണോ? ആ, ഫ്രണ്ടാണല്ലേ. അവര് ലൊക്കേഷൻ നോക്കുകയാണ്. ഡയറക്ടറും ക്യാമറാമാനും ഒക്കെ അടുത്ത
സീൻ എടുക്കാനുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുക, സെറ്റാക്കാണ്. ക്യാമറ ആംഗിളൊക്കെ സെറ്റാക്കുന്നു. ഈ വളവ് ഇങ്ങനെ തിരിഞ്ഞിട്ട് ബൈക്കിൽ ജഗ്ഗുൻ്റെ കൂട്ടുകാരനും കൂടിയിട്ട് ബൈക്കുമ്മ വരുന്നൊരു സീൻ എങ്ങടാൻ തോന്നുന്നുണ്ട് എടുക്കാൻ പോണതേ. അപ്പം ഞാനും സരിതി മഞ്ഞ ഡ്രസ്സിലിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. സെൽഫിയിലാണ് എടുക്കുന്നത്. ഇപ്പോൾ ബാക്കിൽ കൂടെ അവർ വരും. ബൈക്കുമ്പോൾ തന്നെ ഒരു സീനാണ് എടുക്കാൻ പോകുന്നതിട്ടാ. ഇപ്പം ഇത് റിഹേഴ്സൽ നോക്കാം. എൻ്റെ തോളത്ത് ബാഗുണ്ട്. ഞാൻ ഇതിൻ്റെ ഭാഗമൊന്നുമല്ല കേട്ടാ. നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയുക, ക്രൂ ആണെന്ന് തോന്നുന്നില്ലേ? അല്ല, സിനിമ സെറ്റിൽ ഇങ്ങനത്തെ ബാഗും പിടിച്ച് നടക്കുന്നത് ആരാ? പ്രൊഡക്ഷൻ കൺട്രോളറാവും. ഇതിൽ നമ്മുടെ സാധന സാമഗ്രികളാണ് കേട്ടാ. ആ കുട്ടി നടന്നു വരുന്നു. നമുക്കപ്പോൾ പോവാല്ലേ? ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്. കഴിക്കാൻ നിൽക്കണ്ടോ ചേട്ടൻ? ചേട്ടനിപ്പോൾ വിശക്കുന്നില്ലാന്ന്. ഇതാണ് നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടർ. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രേംപ്രകാശ് ലൂയിസ് എന്നാണ് ആളുടെ പേര്. പിന്നെ ഇദ്ദേഹം കാണുമ്പോൾ തന്നെ ഒരു സിനിമാക്കാരൻ്റെ ആകാരവടിവൊക്കെയുള്ള ഒരാൾ. ജിജോ എന്നാണ് കേട്ടോ പേര്. ആള് ഫിലിം ഡയറക്ടറാണ്. വരയെന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറാണ്. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഞാൻ അദ്ദേഹത്തിനോട് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ, ഞാൻ ബേസിക്കലി നാടകക്കാരനായതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ആളുടെ കൂട്ട് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഷോർട്ട് ഫിലിംസിനൊക്കെ സഹായിക്കാനായിട്ട് ആൾ എൻ്റെ കൂടെ കൂടാറുണ്ട് ഒഴിവുള്ളപ്പോഴൊക്കെ. നമുക്ക് അറിയാവുന്നത് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് അറിയാവുന്നത് ഇങ്ങോട്ട് പഠിക്കുക. ഒന്നുമില്ല. ഇവിടെ കുറച്ച് ദിവസം കൂടുതൽ ഒരു സമയം കിട്ടുന്നു ഇങ്ങനെ. അപ്പൊ എവിടെ വീട്? ഞാൻ ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയാ തോന്നി. ഭാഷ സംസാരം കേട്ടപ്പോ തോന്നി, സ്ലാങ് കേട്ടപ്പോ. അപ്പോൾ റോഡിലത്തെ ആ സീൻ ഷൂട്ടിങ് കഴിഞ്ഞു. ഇനി എന്തോ ഇവിടെ ഉണ്ട് ഒരു ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി ഇനി ഷൂട്ടിംഗ് ഉള്ളൂ. എന്താ ചിരിക്കണത് ചേട്ടൻ? അതെ. അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ പോവും. ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഭക്ഷണം കഴിക്കാൻ നിൽക്കണില്ല, പോവാന്നാ പറഞ്ഞത്. അവർ വിളിച്ചപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാറാവണുള്ളൂ, അത്ര സമയമായിട്ടില്ല. ജഗുവിൻ്റെ ഷോർട്ട് ഫിലിം ഞായറാഴ്ച ഒഴുകി കഴിഞ്ഞു. ഇനി തിങ്കളാഴ്ച ജഗു സ്കൂളിൽ പോവാണ്. വയ്യാണ്ടായ പരേഡ് കഴിഞ്ഞ് ജഗു വന്നു. നമ്മുടെ ജഗു മുടി വെട്ടാൻ പോയിരിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഈ കൊണ്ടോട്ടല്ലേ, ജഗു മുടി വെട്ടാൻ പോയി കൊണ്ടോട്ടം നമ്മുടെ യാതൊരു ബന്ധമില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കൊണ്ടോട്ടം ഇപ്പോൾ 3ാമത്തെ ദിവസമാണ്. കൊണ്ടാട്ടം 3ാമത്തെ ദിവസം നമ്മൾ ഇത് വെയിലത്തിട്ടു കേട്ടോ. അപ്പോൾ നോക്കിയ കളറൊക്കെ ഇങ്ങനെ ആയിട്ടാ. അപ്പോൾ തൈര് വെയിലാറി കഴിഞ്ഞോടി ഇതിലേക്ക് ഉറുമ്പ് കയറും. നല്ല കളറല്ലേ ഇത്, കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നും നമുക്ക്. നോക്കിയേ ഇപ്പൊ തൈര് ഇപ്പൊ എത്രയൊക്കെ ആയിട്ടാ നോക്കിയേ. തൈര് ഇത്രക്കായത് മുളക് വലിച്ചെടുത്തിട്ടല്ല കേട്ടാ. ഞാൻ വിചാരിച്ച ജഗ്ഗു കൊടുക്കുന്നു. ചേട്ടൻ എന്നോട് പറഞ്ഞാൽ ജഗ്ഗു കാണാണ്ട് എടുത്തേക്കുന്നത്. ചേട്ടനാണ് ഇടയ്ക്കിടയ്ക്ക് 1/2 ഗ്ലാസ് എടുത്ത് കുടിക്കണത്. പിന്നെ എനിക്ക് തിന്നണ്ടേ? അല്ല, എനിക്ക് മോര് തിന്നണ്ടായിരുന്നു വല്ലവരും പറയും. അപ്പൊ അതേ ഒരു ഉറുമ്പിൽ പെട്ടെന്നായിട്ട് വരികണ്ടേ. അപ്പോൾ ഈ മേശ നമുക്ക് ഉപയോഗിച്ചാൽ മതിയാവും. ഇപ്പോൾ ഇത് മിക്സിങ് ആക്കി വയ്ക്കണം കേട്ടോ. ഈ മേശ നമുക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ. അയ്യോ, ഇതിൽ മുഴുവൻ കമൻസ്. ഇത് ഒരു ദിവസം കുറേ പേര് പറയണത് ഇങ്ങനെ കീറിയിട്ട് ഒരു ദിവസം വെയിലത്തിട്ട് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ തൈരിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം തൊട്ട് വേണം അത് ഇടാന്ന് പറയണു. ചിലവർ പറഞ്ഞ 3 ദിവസം തൈരിലിട്ട് വെച്ചിട്ട് ചെയ്യണം. ഇതെടുത്തേക്ക് കൊണ്ടുപോയി വയ്ക്കും. ഒരു മേശ ഞാൻ കേട്ടോ വേഗം കൊണ്ടുപോയി. അതിപ്പോൾ എൻ്റെ വീട്ടിലായാലും അമ്മ ഉണ്ടാക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അമ്മ ഉണ്ടാക്കണതായാലും അങ്ങനെ തന്നെയാണ്. വൈകുന്നേരമാണ് അമ്മ പണികളൊക്കെ കഴിയുമ്പോൾ ഇതിങ്ങനെ കീറി തൈരിൽ മുക്കി വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അത് എടുത്തിട്ട് നല്ല വെയിൽ ഉദിക്കണ വരയിലിരിക്കും. വെയിൽ ഉദിക്കണ സമയമാകുമ്പോൾ അത് എടുത്തിട്ട് ഇങ്ങനെ ഒരു അരിപ്പക്കൊട്ടയിൽ ഇങ്ങനെ വാരി വയ്ക്കും. എന്നിട്ട് അത് വാന്നതിന് ശേഷം അതെടുത്തിട്ട് വെയിലിട്ട്
വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് വീണ്ടും തൈരിൽ മുക്കി വയ്ക്കുക. ആ തൈര് കഴിയണവരെ ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. അന്ന് പിന്നെ ചേട്ടൻ വീഡിയോയിൽ ഇത് ഇടണത് കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഇട്ടിട്ട് അരമണിക്കൂർ മാത്രം വെച്ചിട്ട് കാണിച്ചതാണ് കേട്ടോ. അപ്പം അതിൽ അത്രയ്ക്കധികം കമൻസ് വന്നിട്ടുണ്ട്. അരമണിക്കൂർ ഇട്ട് വെച്ചിട്ടല്ല ചെയ്യേണ്ട, കൂടുതൽ സമയം ഇട്ടേക്കണം. ചിലർ പറഞ്ഞിട്ട് 2 ദിവസം 3 ദിവസം ഒക്കെ ഇട്ട് വയ്ക്കാം. 3 ദിവസം തൈരിലിട്ട് വെച്ച് കഴിഞ്ഞിട്ട് അതാകെ ചീഞ്ഞ പോലെ ആവില്ലേ? അറിയില്ല ചേട്ടാ, നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജഗു SPC വന്ന് അവിടെ നിന്ന് ആപ്പഴം കിട്ടുന്നത് ഒരു പഴംപൊരി അല്ലെങ്കിൽ ഒരു ഉഴുന്നുവടയാണ് കിട്ടുന്നത്. അപ്പോൾ ജഗുവിന് ഞങ്ങൾ ഒരു സാധനം ഉണ്ടാക്കാൻ പോകണം. സാധനം ഉണ്ടാക്കാമെന്നല്ല, ഞങ്ങൾ നമ്മുടെ തൃശ്ശൂർ അക്കാദമിയിലേക്ക് പോകുമ്പോൾ KTDC ചെല്ലുമ്പോൾ അവിടുന്ന് ഈ ഗ്രീൻ ബീൻസ് എഗ്ഗ് ഫ്രൈ കിട്ടും. ഒരു കൊത്തിപ്പൊരി ഭയങ്കര ടേസ്റ്റ് അത് സാധനം. ഭയങ്കര വിലയാ. അത് കാരണം ഞങ്ങൾ 5-10 പേരുണ്ടെങ്കിൽ ഒരെണ്ണ വാങ്ങിക്കുക, എന്നിട്ട് ഓരോ സ്പൂൺ കഴിച്ച് വട്ടെത്തുമ്പോഴത്തേ അത് സാധനം കഴിയും. അപ്പോൾ ഞാൻ സരിതോട് പറഞ്ഞു നമുക്ക് ഇന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ബീൻസ് കാലത്ത് അതിരാവിലെ തന്നെ വെള്ളത്തിലിട്ടു. ഞങ്ങൾ 4-5 ദിവസം മുന്നേ അവിടെ പോയിട്ട് അത് കഴിച്ചു. അപ്പോൾ അവിടെ തൊട്ടപ്പുറത്തെ ടേബിളിൽ ജോൺസൺ മാഷില്ലേ, ജോൺസൺ മാഷിൻ്റെ അനിയനും ഭാര്യയും മക്കളും വന്നിട്ട് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിക്കണ്ടായിരുന്നു. അവര് നമ്മുടെ വീഡിയോ കാണുന്നവരാണ്. അവര് സംഗീത സംവിധായകൻ ജോൺസൺ മാഷില്ലേ, ആളുടെ അനിയനും ഭാര്യയും മക്കളും. അവിടുത്തെ KTDCയിലത്തെ ചിക്കൻ ഏതാ ചേട്ടാ, ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഫേമസാണ് അല്ലേ? പക്ഷെ ഭയങ്കര പൈസയാണ് അവിടെ എല്ലാത്തിനും. ഞാൻ ഈ മാഷിന്ന് കേട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. സോപ്പും പൊടി തിരിട്ടരട്ടെ? ഏയ് വേണ്ട, തൈരിൻ്റെ കഴിഞ്ഞു. ഇത് കഴുക വേണ്ട, മാഷൊന്ന് ഇതാവാനായിട്ടല്ല. തരി സോപ്പും പൊടി വേണ്ട, ഇനി സോപ്പിന് മണം വേണ്ട. എന്തിനാണ്? ശരി, നല്ല വൃത്തിയില്ല, ബെസ്റ്റ് ശീലല്ലേ. കോഴിമുട്ട കൂട്ടി നിറക്കണ, ഒരു 3-4 കോഴിമുട്ട കൂട്ടി നിറക്കണ സരിത. നമ്മൾ 1 ഗ്ലാസ് ഗ്രീൻ ബീൻസ് ഇട്ടാ, 1 ഗ്ലാസ് എന്ന് പറഞ്ഞപ്പോൾ കണ്ടമാനുണ്ട്. 2 ഗ്ലാസ് ഇടാൻ ചേട്ടൻ പറഞ്ഞു. അതെ, എന്തോരായനെ. ഇത് കാലത്ത് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേവിക്കണം. ഉപ്പിട്ട് വേവിക്കണേ. ഉപ്പ് ഉള്ളിരിക്കാണ്ട് പിടിച്ചോട്ടല്ലേ. അവിടുത്തെ ഗ്രീൻ ബീൻസ് നീ പറഞ്ഞത് കുഞ്ഞ ഗ്രീൻ ബീൻസാ. ഇത്തിരി ഉപ്പിടണം കേട്ടോ. ഇതിൽ വെള്ളം ഒഴിക്കാം. അധികം വെള്ളം വേണ്ടല്ലോ. അല്ല, ഡ്രൈ ആയിട്ടല്ലേ കിട്ടണ്ട നമുക്ക്. അത്ര മതി വെള്ളം. ഇത് പെട്ടെന്ന് ഇത് നോക്കിയാൽ പറഞ്ഞ വെന്തുണ്ട്. അല്ല, ഇതെങ്ങനെയാ ചേട്ടൻ അറിയാ ഇപ്പൊ തന്നെ വെന്തുണ്ടെന്ന്? ചേട്ടന് ഇതിന്റെ റെസിപ്പി എങ്ങനെയാ അറിയാ? ഒരു ഊഹം വെച്ച് പഠിക്കണം. അല്ലാണ്ട് വെന്തിട്ടാ അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കത്തനില്ലേ ചലോ കോഴിമുട്ട. ചേട്ടാ, കോഴിക്കാണോ കോഴിമുട്ടയ്ക്കാണോ പ്രായം കൂടുതൽ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു. ചേട്ടന്റെ അഭിപ്രായം പറയാൻ പറഞ്ഞിട്ട്. നമ്മളോടാ? നമുക്ക് കോഴിയാണോ കോഴിമുട്ടയാണോ? കോഴിയുടെ എവിടെ ഇട്ടുണ്ട് നോക്കിയാൽ നിറച്ച് കോഴികളാണ് കേട്ടോ. നമുക്ക് എപ്പോഴും കോഴിമുട്ട കിട്ടും കേട്ടോ. ആ മൂലലിന് കോഴികൾ മുട്ടയില്ല, എപ്പോഴും കോഴിമുട്ട കിട്ടും. ഇവരുകളെ നേരം നോക്കി ഇതാക്കിയില്ലെങ്കിൽ അപ്പം കൊത്തി പൊട്ടിച്ച് പടയ്ക്കും. അങ്ങനത്തെ ടീമുള്ള ഇവർ. നമുക്കൊരു 3-4 കോഴിമുട്ട മതി. അതിനല്ലേ ചേട്ടൻ അവിടെ ഇവിടെ മറ്റേ കല്ലിട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളക്കല്ല്. വെള്ളക്കല്ലിട്ടിട്ട് കാര്യമൊന്നുമില്ല. പറയ്, കോഴിക്കാണോ മുട്ടയ്ക്കാണോ പ്രായം കൂടുതൽ? ആരാ ആദ്യം ഉണ്ടായേ? കോഴിമുട്ടയോ? അതെങ്ങനെയാ മുട്ട ഉണ്ടായതപ്പോ? മുട്ട ഉണ്ടാവുള്ളൂ. കഴുകാം. അഭിപ്രായത്തിലേ അത് അറിയണം എന്ന് പറഞ്ഞിട്ട് ഒരു വിസിലടിച്ചു. ഞാൻ പാത്രം തരാം, എനിക്ക് വെച്ചോണേ. അല്ല, 4 കോഴിമുട്ട മതി. അല്ല, 3 കോഴിമുട്ട മതി. അല്ല, എത്ര ആയാലും ഒരു 1 കോഴിമുട്ട കേട്ടാ. അതിന് 2 ഉണ്ണി ഉണ്ടാവും. കോഴിമുട്ട വെറുതെ കഴുകണം, അല്ലെങ്കിൽ ശരിയാവില്ലേ. കണ്ട, ഇതൊരു വലിയ 4 കോഴിമുട്ട. അത് കണ്ട 1 കോഴിമുട്ട. വീണ്ടും വിസിലടിച്ചു. മതിയില്ലേ? 2 വിസിലടിച്ചാൽ മതിയില്ലേ? എന്നിട്ട് അല്ല, പണ്ട് തൊട്ടേ എങ്ങനെ പറയണതല്ലേ. അപ്പൊ ചേട്ടന്റെ അഭിപ്രായത്തിൽ ഫണ്ണി ആയിട്ടുള്ള ഉത്തരം കേൾക്കാൻ എനിക്ക് അങ്ങനത്തെ അറിയില്ല. നമുക്കേ ഒരാൾ പറഞ്ഞിട്ടുണ്ടാക്കണ കാര്യമാകുമ്പോൾ ബുദ്ധിമുട്ടാണ് പറയാനായിട്ട്. അല്ല, ഒരാൾ പറഞ്ഞിട്ടുണ്ടാക്കണ കാര്യമുണ്ട്. അല്ലാന്ന് ഇത് പണ്ട് ചേട്ടൻ കേട്ടിട്ടില്ലേ? കോഴിയാണ് കോഴിമുട്ട ഉണ്ടായത്. പണ്ട് തൊട്ടുള്ള ചോദ്യമാണ്. അതിനെന്തിട്ടാ ചേട്ടൻ എന്തിട്ടാ തോന്നണേ ഒരു ലോജിക്കായിട്ടുള്ള ഒരു മറുപടി? കോഴിമുട്ടയോ എന്ന് ഞാൻ വിചാരിക്കുന്നു. കോഴിമുട്ട ഇങ്ങനെ തന്നെ ഉണ്ടാവണേ? കോഴി ഇടുമ്പോഴല്ലേ മുട്ട ഉണ്ടാവുള്ളൂ. അതിനെയാണ് എനിക്ക് സംശയം. എന്താ നിന്റെ അഭിപ്രായം? എന്തിട്ടാ അറിയില്ലേ? പിന്നെ എന്തിട്ടാ ചോദ്യം ചോദിക്കാൻ? എന്തിട്ടത്
ഞാൻ ചോദിച്ച ചോദ്യം ഇത് കമന്റ് വന്നതാ ചേട്ടനോട് പറയാൻ പറഞ്ഞിട്ട്. അയ്യോ എനിക്കറിയില്ല, സോറി. അയ്യോ കുസൃതി ചോദ്യല്ലേ എന്തിട്ടാ ഏതാ ഇത്? കുസൃതി ചോദ്യല്ലേന്ന്. അല്ല, ഇതിന് ഉത്തരമുണ്ട്. കോഴിയാണ് കോഴിമുട്ടയാണ് ആദ്യം ഉണ്ടായിരുന്നുള്ളത് ഉത്തരമുണ്ട്. കോഴിമുട്ടയാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത്. അതിന് കൃത്യമായിട്ട് വിശദീകരിക്കുന്നല്ല എന്നാ പറയാ, എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഒരു ആർട്ടിക്കിൾ, ഒരു ലേഖനം ഉണ്ടായിരുന്നു. കോഴിമുട്ടയാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത്. ആണോ? അപ്പൊ എങ്ങനെയാ കോഴിമുട്ട ഉണ്ടായേ? അതെനിക്ക് ഓർമ്മയില്ല. കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് കുഴയുന്ന ടൈപ്പല്ല, ഈ കുഴഞ്ഞിരിക്കുന്ന ടൈപ്പല്ല. അപ്പോൾ കടിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓഫീൻ്റെ ഇത് ആ സാധനം അടപ്പത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ അത് ഇറക്കി വെച്ചു. നമ്മൾ കോഴിമുട്ട കൊത്തി പൊരിക്കാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചു കേട്ടോ. സവോള ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇല്ല. ഞാനതൊന്നും ചേർക്കില്ല. പക്ഷെ എനിക്കത് കഴിച്ചപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ തോന്നിട്ടാ. വാ, ഇഞ്ചി വെളുത്തുള്ളിയിലൊക്കെ തോന്നി നിനക്ക്? അസംഭാവ്യം. നമ്മൾ ഇതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടാ. ഞാൻ പറയണത് നീ ചെയ്യണം കേട്ടാ. ആര്? ഞാനാ? ആ, ചേട്ടൻ പറയണത് ഞാൻ ചെയ്യണം. അതേപോലെ ചെയ്യണം. ഇത് കാണിച്ചു തരാം. ഇതേ കോഴിമുട്ട പൊട്ടിച്ചിരിക്കി ആക്കണം കേട്ടോ. അത് ഈ പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടായിരിക്കും, കുഴപ്പമൊന്നുമില്ല. ഇനി 2 മുട്ട കേട്ടാ, ഒരെണ്ണത്തിൽ 2 മുട്ട. ഓ, അത് ഉണ്ടാവാറുണ്ട്. വലിയ മുട്ടയാണെങ്കിൽ 2 ഉണ്ണി ഉണ്ടാവാറുണ്ട്. ഇത് വെളിച്ചെണ്ണ ചൂടായിട്ടില്ല. അത് കുഴപ്പമില്ല, എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇതില് ഞാൻ 4 എനിക്കിതില് പങ്കില്ല. ഈ രക്തത്തിൽ നിനക്ക് പങ്കില്ല. ഞാൻ തന്നെ എല്ലാത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ട് എടുക്കും. ഇതായിരിക്കും ഇത്തിരി ഉപ്പിടണം കേട്ടാ. ഇളക്ക്. അയ്യോ നല്ല ഭംഗിയുണ്ട്. ഉടയ്ക്കാൻ തോന്നുന്നില്ലേ? തീ കൂട്ടട്ടെ തിരി? ആ, തീ കൂട്ട്. തീ ഭയങ്കര കുറവില്ല എടുക്കണത്. വെറുതെ ഇല്ല, അത് എങ്ങനെയും കുഴപ്പമൊന്നുമില്ല. ഞാൻ അതെൻ്റെ ഐഡിയയിൽ ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ചേട്ടൻ്റെ വെർഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ഞാനേ ചേരേണ്ട അവിടെ നാരങ്ങ പറക്കി കൊണ്ടുണ്ട്, ചെറുനാരങ്ങ. അതുകൊണ്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയോ കേട്ടാ. ഉണ്ടാക്കണോ? ഇത് കഴിഞ്ഞിട്ട് മതി, ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മതി. അത് ഉണ്ടാക്കാത്ത സമയമൊന്നും വേണ്ടല്ലോ. നല്ല നമ്മളെ കോഴിമുട്ട എന്തൊരു മഞ്ഞ കളറല്ലേ സരിതാ? ജഗ്ഗുവിൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയണമായിരുന്നു എനിക്ക്. ഞാനൊരു രഹസ്യം ഇവരിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. ആ, എനിക്ക് മനസ്സിലായി. ഓ, പറഞ്ഞാലോ? അത് പറഞ്ഞോ എന്തായാലും. പറഞ്ഞു. ഞാൻ ഒരു സിനിമയ്ക്ക് ഡബ് ചെയ്യാൻ പോയി. ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന ആൾ എന്താ ചിരിക്കണ ചിരി. ഡബ് ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഡബ് ചെയ്യാൻ പോയി എന്ന് പറയണായിരിക്കും കൂടുതൽ ശരി. എറണാകുളത്ത് അപ്പൂപ്പല്ലാട്ടാ, പ്രാവിൻകൂട് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് എന്ന് പറഞ്ഞ സിനിമ. അത് അൻവർ റഷീദിന്റെ അൻവർ റഷീദ് പ്രൊഡക്ഷൻ. അങ്ങനെ ആ സിനിമയിലേക്ക് പോയി. അപ്പോൾ അവർക്ക് തൃശ്ശൂർ ഭാഷ, തൃശ്ശൂർ സ്ലാങ് സംസാരിക്കുന്ന അതാണ്. അത് മൊത്തം തൃശ്ശൂരാണ് ഷൂട്ടിങ്ങും, തൃശ്ശൂർ നടക്കുന്ന കഥയായിട്ടാണ്. അപ്പം അതിൽ നായികയ്ക്ക് ഡബ് ഞാൻ പോയത് എറണാകുളത്ത്. പേര്? അപ്പം അതിൻ്റെ ഡയറക്ടർ ഉണ്ട്, ശ്രീരാജ് എന്ന പേര്. ശ്രീരാജ് അതിൽ അഭിനയിക്കണ പ്രതാപേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, തൃശ്ശൂർ സ്ലാങ് നന്നായിട്ട് അറിയണ എല്ലാ പെൺകുട്ടികളും അറിയുമെന്ന് ചോദിച്ചപ്പോൾ പ്രതാപേട്ടനാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. പ്രതാപേട്ടൻ നമ്മുടെ അക്കാദമിയിൽ നാടകങ്ങളൊക്കെ ചെയ്യണതാണ്. നമ്മുടെ ഈ ബേസിന്റെ സിനിമ അതില് ചായക്കടക്കാരൻ മിന്നെ മുരളി ചായക്കടക്കാരനില്ലേ നമ്മുടെ ഷിബു പൊക്കി നിർത്തണം, അതാണ് നമ്മുടെ പ്രതാപേട്ടൻ. ആള് കുറേ സിനിമയിലുണ്ട്. അപ്പോൾ ആള് പറഞ്ഞിട്ടാണ് ഞാനങ്ങനെ എറണാകുളത്തിൽ പോയി. ഒരു ചെറിയ സീൻ തന്നു. അതിലത്തെ പെൺകുട്ടി ഉണ്ടല്ലോ, അതിലത്തെ നായിക ചാന്ദിനി ശ്രീധർ, ഒരു ഭാഗം ഡബ് ചെയ്യിപ്പിച്ചു. അപ്പോൾ എനിക്ക് ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ ശബ്ദം ഒട്ടും ആ പെൺകുട്ടിക്ക് ചേരുന്നില്ല. അവർ പറഞ്ഞ പോലെ ഞാൻ കറക്റ്റായിട്ട് തൃശ്ശൂർ സ്ലാങ്ങിൽ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവർ ആ സീനൊന്ന് ചേച്ചൊന്ന് കണ്ടു നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ കണ്ടപ്പോൾ ഞാൻ തന്നെ അവരോട് പറഞ്ഞു, ഇത് ഒട്ടും മെച്ചല്ല, എൻ്റെ ശബ്ദവും ആ കുട്ടിയുടെ ഫിഗറും തമ്മിൽ ഒട്ടും ചേരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഇനി വിവരം പറയാം. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു. പോന്നിട്ട് പിന്നെ താഴത്തെത്തി അവരെന്നെ വേഗം വീണ്ടും വിളിച്ചു. പറഞ്ഞു അതിൽ
ചെമ്പ വിനോദിന്റെ ഭാര്യ ഉണ്ട്, ഒരൊറ്റ സീനുള്ളൂ, 2 ഡയലോഗുള്ളൂ. അത് ചേച്ചി പറഞ്ഞു ഓക്കെ ആയിരിക്കും, അതൊന്ന് പറയാൻ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി. അത് പറഞ്ഞു അതൊക്കെ ഒറ്റ ടേക്കിൽ ഓക്കെ കിട്ടാ, അത് സിമ്പിൾ ഡയലോഗ്. എന്നിട്ടെന്നറിയോ, ചെമ്പ വിനോദിന്റെ ഭാര്യ ഇരിക്കുക. അപ്പോൾ ചെമ്പ വിനോദ് ഇതിനകത്ത് കയറി വരാം, ഒരു കയറും കൊണ്ട്, സൗബിനുണ്ട് കൂടെ. കയറി വരുമ്പോൾ ഭാര്യ സീരിയൽ കണ്ടിട്ടിരിക്കട്ടാ. അതിൽ ഫോൺ വിളിക്കുമ്പോൾ പറയുന്നുണ്ട് സീരിയൽ ജീവി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഭാര്യനെ ആ സിനിമയിൽ. അപ്പോൾ ഭാര്യയ്ക്ക് ഫുൾ ടൈം സീരിയൽ കാണലാണ് ജോലി തോന്നുന്നുണ്ട്. അപ്പോൾ ഭാര്യ ചോദിക്കുമ്പോൾ ഭാര്യയുടെ അടുത്ത് എന്തോ ചോദിക്കും. ഭാര്യ പറയും, നിങ്ങളുടെ അമ്മ ഭക്ഷണം കഴിച്ച് നേരത്തെ ഉറങ്ങി, എന്നിട്ടാണ് അതിനിപ്പോൾ നിങ്ങളിതൊന്നും എന്നോട് ദേഷ്യപ്പെടാൻ വരണേ, അങ്ങനെ എന്തോ, അങ്ങനെ അതുപോലത്തെ ഒരു ഡയലോഗാട്ടാ. ഞാൻ പറഞ്ഞു തന്നെ അതൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഒരു കയറ് കൈ പിടിച്ചിട്ടാണ് ഇവരകത്ത് കയറി പോണത്. അപ്പോൾ ഭാര്യ ചോദിക്കും, ഇത് എങ്ങടെ കയറും കൊണ്ട് തുണിച്ചാവാനാ ചോദിക്കും. അത്ര ഉള്ളൂ ഡയലോഗ്. സിനിമ വന്നപ്പോൾ ആ സീനേ ഇല്ല. അങ്ങനെ കഴിഞ്ഞിട്ടില്ല, അല്ല അത് കഴിഞ്ഞിട്ടില്ല, അവിടെ അവസാനിക്കുന്നില്ല. പക്ഷെ ഞാൻ അവതരിപ്പിച്ചാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോകുന്നു. അതായത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്, അതൊന്ന് കുറച്ച് നേരം ചൂടാറാൻ വെക്കണം. തീയൊന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ബാക്കിൽ പറഞ്ഞ സരിത പൈസയൊക്കെ തന്നൂട്ടാ. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഹാപ്പി ആയിട്ട് അതും പോയത് ഇങ്ങനെയാന്ന് പറയും ബസ്സിൽ. അത് പിന്നെ പറയാം. അത് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കുറേ വട്ടം, കാറിൽ പോകാന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടന് ബസ്സിൽ പോകണം, ബസ്സിൽ പോയിട്ട് യാത്ര ആസ്വദിച്ചിട്ട് കുറേ കാലമായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബസ്സിൽ ഇവിടുന്ന് പോയത് എറണാകുളത്തേക്ക്. ഇത് പോയിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ച് ബസ് കിട്ടണ്ടേ. എല്ലാ ബസ്സിലും കയറുമ്പോൾ ഒക്കെ റിസർവ്ഡാ, എല്ലാ സീറ്റും ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞു, ഒന്നിലും സീറ്റില്ല. എന്നിട്ട് അതിൽ നിന്ന് ഇറങ്ങും, പിന്നെ വേറെ ബസ് സ്റ്റാൻഡിൽ പോയി ഓട്ടോ വിളിച്ച് പോയിട്ട് അവിടെ ബസ് കയറി പോകുന്നു, അത് വേറെ കാര്യം. പോന്നു, വേറെ ആൾക്കാരെ സീറ്റ് ഉണ്ട്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കയറിയിട്ട് നമ്മൾ പോകുന്നത്. ഇനി അടുത്ത് പറയും. അത് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ വീണ്ടും ഒരു ഫോൺ വൈകുന്നേരമായപ്പോൾ വരുമെന്ന് ചോദിച്ചിട്ട്. അത് ശരിയായില്ല, ആ സൗണ്ട് ചേരില്ല. ഞാൻ പറഞ്ഞാൽ എനിക്കത് അറിയാൻ ചേരില്ല എന്നുള്ളത്. വേറെ 3-4 പേരെ കൊണ്ട് ആയി അവർ ചെയ്യിപ്പിക്കണു, അതൊന്നും ശരിയാവണില്ല. ഈ പെൺകുട്ടിക്ക് അത് സ്യൂട്ടാവണില്ല ശബ്ദം. അപ്പോൾ ഈ പെൺകുട്ടീനെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിപ്പിക്കാമെന്ന് തീരുമാനിച്ചു അവർ. പക്ഷേ ആ പെൺകുട്ടിക്ക് കോഴിക്കോട് കാര്യമാണ്, മാത്രമല്ല അമേരിക്കയിലായിരുന്നു അത് കുറേ നാൾ. അപ്പോൾ അതിന് മലയാളം തന്നെ ശരിക്കും അത്രയ്ക്ക് ഫ്ലുവൻ്റ് അല്ല, തൃശ്ശൂർ സ്ലാങ് ഒട്ടും അറിയില്ല, കോഴിക്കോടൻ സ്ലാങ്ങാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഈ തൃശ്ശൂർ സ്ലാങ് പറഞ്ഞു കൊടുക്കാനായിട്ട് വരുമെന്ന് ചോദിച്ചിട്ട് പിറ്റേ ദിവസം. അപ്പോൾ പിന്നെന്താ വൈനോട്ട് വരാമെന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ പോയിട്ട് കാറിലാണ് പോയി, ബസ്സിൽ പോയില്ല. പോയിട്ടൊന്നിട്ട് ആ കുട്ടിക്കൊക്കെ പറഞ്ഞു കൊടുത്തു, തിരിച്ചു പോന്നു. അത്ര അതായത് അതിലത്തെ നായിക്ക് ഡയലോഗ് മുഴുവൻ ആ തൃശ്ശൂരിൻ്റെ ശൈലിയിൽ പറഞ്ഞു കൊടുത്ത് മുഴുവൻ സരിതയായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി എന്ന് പറയായിരുന്നു. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതുവരയ്ക്കും. ഞാൻ എൻ്റെ ശബ്ദം ഒന്ന് തിയേറ്ററിലൊന്ന് മുഴങ്ങുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു, പക്ഷെ ആ സീനില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ നായിക. അതായത് മതി, പാകാണ് കറക്റ്റാണ്. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ അത് വെന്തു കേട്ടോ. അത് വെന്ത് ഈ ഇതില്ലേ ഇത് മിക്സിയിലൊന്ന് അടിച്ചു കൊണ്ടു, ചൂടാറി മിക്സിയിലൊന്ന് പൊടിച്ചുകൊണ്ടുവരാം, കറക്കി എന്തൊരാകുമോ എന്തോ കൊണ്ടുപോവാ. ചൂട് ഇവിടെ അത് പിടിച്ചോ. അയ്യോ ഇത് ഇങ്ങോട്ട് തന്നോ. ഇതാണ് ഇതിലത്തെ മെയിൻ സാധനം എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. എൻ്റെ തല ആലോചിച്ചപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിച്ചു. നന്നായി പൊടിച്ചില്ലേ? നന്നായി പൊടിച്ചോ. അവിടെ വെച്ച് പറഞ്ഞു കൊടുത്തില്ലേ മിക്സിയിലടിക്കണം എന്ന് പറഞ്ഞിട്ട് നീരും ചിരിച്ചോടാ. നന്നായി പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം തീയതീനും ഇതിൽ തന്നെ ആക്കാട്ടാ. ഇതിൻ്റെ സൈഡിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി കഴുകാൻ നിൽക്കൊന്നും വേണ്ട. നമ്മൾ ഇങ്ങനെ വയ്ക്കുക. പാത്രത്തിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകണം. സരിത ഇവിടെ വന്നോ? വേപ്പിലൊന്നും അതിലേക്ക് മിക്സ് ചെയ്ത് പോയി. ഇവിടെ നമ്മൾ വേപ്പിലിട്ടിട്ടാണ് ചെയ്യുന്നത്. കുമാരൻ്റെ അവിടെ പൂരം. ഇതിലേക്ക് പച്ചമുളകില്ലേ, നമ്മൾ വീട്ടിലത്തെ പച്ചമുളകാണ്. കൈയോട് ഇട്ടിട്ട് ഞാൻ കൈ ചേട്ടാ കണ്ണിലും മുക്കിലൊക്കെ തിരുമ്പൂട്ടാ. കൈയൊന്ന് കഴുകിക്കുക വേണം ഞാൻ. ഇത് അതിനിളക്കിയത് ചെയ്യും. അയ്യോ പൊട്ടി തെറിക്കുന്നു. ഇതിൽ വെള്ളം ഉണ്ടായിരുന്നാ? ആ പച്ചമുളകിൽ വെള്ളം ഉണ്ടാവുമല്ലോ. വേപ്പില മുഴുവൻ ഇടണ? വേപ്പില ഇട്ടോ. ഇതൊന്നായിട്ട് മതി, ഒന്ന് ഫ്രൈ ആയിട്ട് മതി.
വേപ്പല ഇടുന്ന കാണുമ്പോൾ. വേപ്പില ഏറ്റവും നല്ല സാധനമാണ് മുടിയൊക്കെ വളരാനും എല്ലാത്തിനും. ആളുകൾ വേപ്പില, ജഗുന് വേപ്പില അങ്ങനത്തെ സാധനങ്ങളില്ലേ, കുറേ സാധനങ്ങളുണ്ട്. അതിഷ്ടമല്ല. ഇന്നത്തെ എങ്ങനെയുണ്ട്? എന്നിട്ട് കഴിച്ചു അവിടെ നിന്ന് എന്നിട്ട് കിട്ടിയ പഴംപൊരി സുഖിയൻ. ഓ പറയുമ്പോഴേക്കും വായത് വെള്ളം ഒഴുകുന്നല്ലോ. ഇടട്ടെ? ആ കേട്ടോ, വേപ്പില ഇരുന്നു കേട്ടോ. എന്തായി? ജഗുന്റെ ഫെബ്രുവരി 7-ാം തീയതിയാണ് പാസിംഗ് ഔട്ട് പരേഡ്. അപ്പോ എല്ലാ ദിവസവും ഇപ്പോൾ 2:30 തൊട്ട് 5 മണി വരെ പ്രാക്ടീസ് ഉണ്ട്. ആ പറഞ്ഞു. നാളെ 4 മണിക്ക് സ്കൂളിൽ പോകണമെന്നാ? എന്തിനാ? ആ SPCയുടെ PTA മീറ്റിംഗ്. നിന്നെ പറ്റി വല്ല കംപ്ലൈന്റ് ഉണ്ടോ? തീ കുറയ്ക്കട്ടെ. ഈ തീ വളരെ കുറയ്ക്കേണ്ടി വരും തോന്നുന്നു. ഞാനത് കണ്ടിട്ടില്ല. ആട് കോരി ഇരിക്കരുത്. ആട് ഇട്. വെള്ളമൊന്നും കരിഞ്ഞിട്ടില്ല. ഗ്രീൻ പീസ് ഇടുന്നു കേട്ടോ. അത് പുഴു കേട്ടോ. ഇനി സരിത ഓരോ സാധനങ്ങളിട്ടാ. അയ്യോ എൻ്റെ ഇളക്കല് ശരിയല്ലല്ലേ. ആ പതുക്കെ കുറച്ച് അത് ഇട്ടോ. മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. സ്വല്പം പൊടി ഇട്. മഞ്ഞൾപ്പൊടി. ഇനി കുരുമുളക് പൊടി ഇട്. ആ കുറച്ച് മുളക് പൊടി ഇട്. അല്ല മുളക് പൊടി ഇത്തിരി മതി. ആ ഇത്തിരി മുളക് പൊടി, അതിന് പകുതി മതി. ആ മതി മതി മതി. ആ ഇനി കുരുമുളക് പൊടി ഇട്. ഒരു അത്ര ഇട്. കുറച്ചും കൂടി ഇട്. കുറച്ചും കൂടി കുരുമുളക് പൊടി. അച്ഛനാണ് ഇതിന്റെ കണ്ടുപിടുത്തക്കാരൻ, ഉപജ്ഞാതാവ്. കഴിഞ്ഞില്ലേ? ഇനി ഗരം മസാലപ്പൊടി ഇട്. ഗരം മസാലപ്പൊടി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ചിക്കൻ മസാലപ്പൊടി വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇട്ടോ ഇട്ടോ ഇത്രക്ക് ആട്ടോ. ഇനി നമ്മുടെ ഉപ്പിടണ്ടേ? ഉപ്പ് നോക്കിയിട്ട് ഇടാം. കോഴിമുട്ട ഇരിക്കും. ശരി, കോഴിമുട്ട ഇടണം കേട്ടോ. കോഴിമുട്ട പൊടിച്ചത്. ചൂടാറിഞ്ഞ് തന്നെ ചൂടായോളും. ഇത് ഇളക്കാനാണ് പാട്. അതിലേ മുട്ട എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കണമെങ്കിൽ അല്ല, എനിക്ക് ഇളക്കാനായിട്ടുള്ള പാത്രമാണ് ഭയങ്കര ബുദ്ധിമുട്ടായി തരുന്നത്. ഇത് നമ്മുടെ വീട്ടിലത്തെ കോഴിമുട്ട അല്ല സരി ചെയ്യുന്നേ. ഇത് ഇത്തിരി കൂട്ടാം. ഇളക്കി നല്ല പോലെ ഡ്രൈ ആക്കാം. ഇത് ഈ കട്ടകളൊക്കെ പൊടിയണം സരി. അവിടെ പക്ഷെ മുട്ട അത്രയ്ക്കൊന്നും ഇല്ല കേട്ടാ. കോഴിമുട്ട ഇല്ലേ? കോഴിമുട്ട ഇല്ല. നമ്മൾ നമ്മുടെ വീട്ടിലത്തെ കോഴിമുട്ട കൂടുതൽ അതില് മുട്ട ചേർത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇത്തിരി കൂടുതൽ ചേർത്തിട്ടുണ്ട്. 4 5 ഉണ്ണി. അതെ, ഇതിന് കഴിക്കാനായിട്ട് നീ മറ്റേ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊണ്ടുപോകാം. ഞാൻ അവിടുത്തെ ഈ ചെറുനാരങ്ങ പറക്കി വെച്ചിട്ട് അവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്. നന്നായി ഡ്രൈ ആക്കാം. ഞാൻ ഡ്രൈ ആക്കാം. ഉപ്പ് ഞാൻ നോക്കാം. മധുര തീരുന്നുണ്ട്. സരി, നാരങ്ങ വെള്ളം ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇത് ഡ്രൈ ആവട്ടെ കേട്ടോ. കുറച്ച് സമയം പിടിക്കും. ഉപ്പ് നോക്കിയോട്ടെ കേട്ടോ. ഉപ്പ് നോക്കി കേട്ടോ. അരി പിടിക്കുന്ന അതെ, ഉപ്പ് ഇത്തിരി കുറവാട്ടാ. ഉപ്പിടണം. ഇപ്പോൾ നോക്കിയത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കുറച്ച് സമയം ഇതുമിരുന്ന് ആവട്ടെ കേട്ടോ. പതുക്കെ തീയുന്നാവട്ടെ. ഇത് ഞാൻ ഇവിടുന്ന് വെടുപ്പാകട്ടെ. അപ്പോഴേക്കും സരിത നാരങ്ങ വെള്ളമായിട്ട് വരട്ടെ. അവരത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വരെ ഇത് നമുക്ക് ഇടുന്നുണ്ട്. ഒരു 10 മിനിറ്റോളം ചെറുതീയിൽ നോക്കിയാൽ ഡ്രൈ ആയിട്ട് കണ്ട കിടന്നു. ഇപ്പം വേണ്ട ഉണ്ണി നോക്കിയപ്പോൾ നമ്മുടെ ഇതിലത്തെ പോലെ ഇല്ലേ, അവിടുത്തെ പോലെ ഇല്ലേ? ഇപ്പോൾ കാണുമ്പോ അവിടത്തെ പോലെ തോന്നുന്നുണ്ട് ചേട്ടാ. അതിനെയാണ് പറഞ്ഞത്. പക്ഷെ അത് കുറച്ചുകൂടി പച്ച കളർ ഉണ്ടായിരുന്നു. പിന്നെ ഇത്തിരി ചെറുതായിരുന്നു. ചെറിയ ഗ്രീൻ ബീൻസ് ടച്ചിങ്സിൻ്റെ രാജ്യമാണിത്. ഇത്രയ്ക്ക് തിന്നാലോ നമുക്ക്. ആദ്യം ചൂടാറട്ടെ. അതായത് നമ്മുടെ നിധിനെ കൊടുത്തില്ല എന്നുള്ള പരാതി പാടില്ലേ? മാറ്റിയേക്കിൻ്റെ കേട്ടാ. ഞാൻ ആവശ്യം നിധി നിർത്തോട്ടാ. വെള്ളമുണ്ട്. തിന്നു തുടങ്ങിയ ചൂടാ. നീ കഴിക്കാല്ലേ?
ഇതട്ടെ കഴിക്കിട്ടാ. അതിനുണ്ട് ഉപ്പ് കൂടിയാ? ഉപ്പ് കൂടുതലാ. കൂടുതലാ. പിന്നെ കോഴിമുട്ടയുടെ ഭയങ്കര മണം. അപ്പോൾ കോഴിമുട്ട അധികം ചേർക്കേണ്ട കാര്യം ചെയ്തു. മൊത്തത്തിൽ സാധനം എങ്ങനെയുണ്ട്? മൊത്തത്തിൽ കാണാൻ ഭംഗിയുണ്ട്, പക്ഷെ ടേസ്റ്റ് വിചാരിച്ച പോലെ ഇല്ല. അതെ, ഒരു കാര്യം പറയാം. ഉപ്പുണ്ട്. 7-8 പേര് കൂടിയിട്ടാണ് ഇതിൻ്റെ പകുതി സാധനം വാങ്ങിക്കുക. പകുതി സാധനം ഉണ്ടാവുള്ളൂ. എന്നിട്ട് അല്ല ചേട്ടാ, എന്നിട്ട് ഒരു കുഴപ്പമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയല്ല. ഞാൻ പഴയ പറഞ്ഞില്ലേ ചേട്ടനോട്, ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാം അത് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. എരിവുണ്ട്. ചേട്ടന് ഇഷ്ടമായാ? എനിക്ക് കുഴപ്പമില്ല. അതുപോലെ ഉണ്ടാ കണ്ട ഇത്രയുള്ളോ? ഇത്രയും ഞാനും പറഞ്ഞോളോ. ഞാൻ സ്വയം ഉണ്ടാക്കാം ഒരു ദിവസം. ഇവർ പറയുന്ന പോലെ പ്രശ്നമൊന്നുമില്ല. കോഴിമുട്ട കൂടി എന്നുള്ള ഒരു ഇത് മാത്രമല്ലോ. കോഴിമുട്ടയുടെ മണം ഭയങ്കര കൂടുതൽ, ഭയങ്കര കുത്ത്. ആ, ഞാൻ വിചാരിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ കോഴിമുട്ടയിൽ അതിലൊഴിച്ചിട്ടേ അതിൽ മുളക് പൊടിയും എല്ലാ സാധനങ്ങളും അതിലേക്ക് നേരെ ഇട്ടിട്ട് അതിലേക്ക് അതിലേക്ക് ഈ സാധനം ഇടാം. അത് മിക്സിയിലടിക്കണ പരിപാടിയൊന്നും ഇല്ല. അതിലേക്ക് നേരെ ഈ ഗ്രീൻ പീസ് വേവിച്ചത് ഇടുക, എന്നിട്ട് അതിനെ കുത്തിപ്പൊരിച്ചിടുക. അതിൽ കോഴിമുട്ടയുടെ കഷ്ണങ്ങളൊന്നും വില എങ്ങനെയുണ്ട? ഇതുപോലെ പൊടിയിട്ടില്ല കണ്ടിട്ടുള്ളത്. ആ, അതങ്ങനെയാണ്. അതിലിട്ടിട്ടൊന്ന് കൊത്തിപ്പൊരിച്ച് നോക്കി ചിലപ്പോൾ ഇതുപോലെ പൊടിയായിട്ട് കിട്ടിയാലോ. പൊടിയില്ല, പൊടിയില്ല, ഇല്ലാന്ന് ആയാലോ ആവില്ല. എന്താടാ നീ കഴിച്ചോക്ക്. നീ കഴിച്ചിട്ടുണ്ടോ അവിടെ നിന്ന്? ഇതെവിടെ നിന്നാ ശരിക്കും കിട്ടാ? ബാറിൽ നിന്നാണോ കിട്ടാ? കേട്ടിട്ടില്ല. അല്ല, ബാറിലുണ്ടാവോ? ഞാൻ ബാറിൽ കയറിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി അറിയാവുന്നവർ ദയവ് ചെയ്ത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും കറക്റ്റായിട്ട്. ഇതൊരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് ഞാൻ പറയുന്നു കേട്ടോ. ഇവർക്ക് ഇങ്ങനെ തോന്നിയിട്ട് ചേട്ടനെ അപമാനിച്ചതല്ല കേട്ടോ ഒരിക്കലും. ഉള്ള കാര്യം പറയാൻ എനിക്ക് അത്ര ടേസ്റ്റ്. പറയുന്നത് ഇതേപോലെ ഒന്നും വെച്ച് നോക്ക് കേട്ടോ. കോഴിമുട്ട വേണമെങ്കിൽ ഒരു 2 കുറച്ചോ, 2 കോഴിമുട്ട മതി ഒരു ഗ്ലാസ് ഗ്രീൻ ബീൻസിന്. പക്ഷെ ഇതിൽ മുട്ട കാണാനില്ലല്ലോ, മണം മാത്രമുള്ളല്ലോ മുട്ടയുടെ. അപ്പൊ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോയിലാണ് വരുന്നത്. നന്ദി, നമസ്കാരം. ചേട്ടൻ